അങ്ങനെ ഞങ്ങളത് സൂയിലെത്തി. കണ്ടില്ലേ, വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു പൂരപ്പറമ്പിനുള്ള ആളുണ്ടായിരുന്നു അവിടെ. കണ്ട, പൂർവികനിൽ നിന്ന് തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ആൾ ഞങ്ങളെ എവിടെയോ കണ്ട് പരിചയമുള്ള പോലെ നോക്കിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. ചേട്ടനും ചേച്ചിയും പിള്ളേരും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ വർഷവും ഈ സൂയിൽ വരാറുണ്ട് കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങൾക്കും അറിയില്ല, വെറുതെ വന്ന് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ആനിമൽസ് ഏതൊക്കെ സ്ഥലത്താണെന്ന് ഞങ്ങൾക്ക് കാണാപ്പാടമാണ്. ഇത് ശരിക്കും ക്യാൻഡിഡാണ് കേട്ടോ, നിങ്ങൾക്ക് സംശയമൊന്നും ഇല്ലല്ലേ. പപ്പു ആനിമൽസിനെ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുമായിരുന്നു. സാധാരണ ഞങ്ങൾ സൂയിൽ പോകുമ്പോൾ നല്ല നട്ടുച്ച വെയിലായിരിക്കും. ഇത് ഉച്ചയായിരുന്നു, പക്ഷേ മഴക്കോളുണ്ടായതുകൊണ്ട് തന്നെ നല്ല ഇരുട്ടും നല്ലൊരു അന്തരീക്ഷമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു കാട്ടിൽ കൂടെ പോകുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. ഈ ഒരു പുഴ കാണാൻ നല്ല ഭംഗിയാണല്ലേ. കുറച്ച് കഴിഞ്ഞാണ് ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കിയത്. അതിൽ മീനുണ്ടായിരുന്നു. ഈ ഒരു കരടിയെ കണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആൾ നല്ല ഉഷാറായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തോ അസുഖം ബാധിച്ച പോലെ ഇരിപ്പുണ്ട്. എന്താ കാര്യം എന്നറിയില്ല. ആൾ കുഞ്ഞാണ് കേട്ടോ. വളരെ ഒരു തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ചുറ്റും കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയായിരുന്നു. എല്ലാവരും അവിടെ എവിടെയൊക്കെ റിലാക്സ് ചെയ്ത് ഇരിപ്പുണ്ട്. പിന്നെ ബഗ്ഗിയുണ്ട്. ഞങ്ങൾ ബഗ്ഗി എടുത്തില്ല, കാരണം വി ആർ ഇൻട്രൊഡ്യൂസിങ് സിംഗം സാർ. ഈ സിംഹം എപ്പോൾ വന്നാലും ഉറക്കം കേട്ടോ. ഇനി വയ്യാത്തയാണോ അതോ മടിയാണോ എന്നറിയില്ല. അപ്പോഴേക്കും അവർക്ക് ഫുഡ് കൊടുക്കാനുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ഹിപ്പോസ് എല്ലാം കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങളെ കണ്ടതും കയറി വന്നു. ഇനി അങ്ങോട്ടെല്ലാം ഇതേപോലെയുള്ള ബേർഡ്സിൻ്റെ സെക്ഷനാണ്. നന്ദു ആണെങ്കിൽ അവിടെ നിൽക്കുന്ന എല്ലാ ആനിമൽസിനെയും ഷൂ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ ട്രിവാൻഡ്രം സൂയിൽ ഒത്തിരി ആനിമൽസ് ഉണ്ടായിരുന്നു, ജിറാഫ്, സീബ്ര, അങ്ങനെ. പക്ഷേ ഇപ്പോൾ അത്രയൊന്നുമില്ല കേട്ടോ, വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ടൈഗറൊക്കെ അത്യാവശ്യമുണ്ട്, 2-3 സ്ഥലത്തായിട്ടുണ്ട്. ഉച്ച സമയമായതുകൊണ്ടാണെന്നറിയില്ല, എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. എന്തായാലും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ സ്ഥലത്തെല്ലാം ഫുള്ള് ടൈഗറും ഹൈന അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യം വന്നപ്പോൾ കഴിഞ്ഞ വർഷത്തേന്നും ആനിമൽസ് ഇല്ല കേട്ടോ, എല്ലാം ചത്തുപോയതായിരിക്കും, അറിയില്ല. പണ്ടൊക്കെ ഞാൻ സൂയിൽ വന്നാൽ കയറാത്ത ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, അത് ഇവിടെയാണ്, പാമ്പിൻ്റെ സെക്ഷൻ. ഞാൻ കയറാറേ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം എന്തോ ധൈര്യം കുറച്ച് സംഭരിച്ച് ഞാൻ കയറുന്നുണ്ട്. എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ അനക്കോണ്ടയാണ്. എന്താണെന്നറിയില്ല, പുള്ളിക്കൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ പപ്പു പറഞ്ഞ പോലെ ഞങ്ങൾ സൂവിന് ബൈ ബൈയും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി.